അസ്സാം വലൈക്കും ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ ഫിക്കിഹിലെ മൂന്നാമത്തെ അധ്യായം ഇന്നമൽ അമാലു ബിന്നിയാത്ത്. അതിലെ ക്വസ്റ്റ്യൻ ആൻസർ ചാപ്റ്ററിൻ്റെ പേര് മനസ്സിലായല്ലോ, ഇന്നമൽ അമാലു ബിന്നിയാത്ത്. ഇതിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ നമുക്ക് വേഗം പഠിച്ചു തീർക്കാം ഇൻഷാ അല്ലാ. ഒന്നാമത്തത് നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്, മുഖം ഡാഷ് കഴുകുക. മുഖം ഡാഷ്, ഇവിടെ എന്താ വരിക? മുഖം ഡാഷ് എന്താണ്, എവിടെയാണ് അതിൻ്റെ ആൻസർ? പുസ്തകത്തിലുള്ളത്, നമ്മുടെ കിതാബിലുള്ളത് മുഖം മുഴുവൻ. ഇതാണ് ആൻസർ, മുഴുവൻ എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. കണ്ടില്ലേ? ഇത് കൃത്യമായി എഴുതുക കേട്ടോ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ട് കൈയും ഡാഷ് കഴുകുക. രണ്ട് കൈയും ഡാഷ് കഴുകുക. എന്താണ് രണ്ട് കൈയും? മുട്ട് ഉൾപ്പെടെ എന്നല്ലേ ഇവിടെതാ, രണ്ട് കൈയും മുട്ടുൾപ്പെടെ കഴുകുക. അപ്പോൾ ഇവിടെ വിട്ടുപോയത് ഈ ഒരു ഭാഗമാണ്, മുട്ടുൾപ്പെടെ എന്നുള്ള ഈ ഒരു ഭാഗമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. വളരെ സിമ്പിളല്ലേ? സിമ്പിളാണ്. ഇനി അടുത്തത്, രണ്ട് കാലും ഡാഷ് കഴുകുക. രണ്ട് കാലും ഡാഷ് കഴുകുക. എവിടെയുള്ള ആൻസർ? നമുക്ക് അഞ്ചാമത്തെ കാര്യങ്ങളല്ലേ, രണ്ട് കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. ഇവിടെ കണ്ടില്ല, ഞെരിയാണി ഉൾപ്പെടെ. ഇതാണ് ഞെരിയാണി കേട്ടോ. ഈ ഞെരിയാണി ഉൾപ്പെടെ ഇത്രയും ഭാഗമാണ് നിങ്ങൾ ആൻസറിൽ എഴുതേണ്ടത്. കിട്ടി? വെരി സിമ്പിൾ. അടുത്തത് നമുക്ക് നോക്കാം. നാലാമത്തത്, വുളുഇന് ഡാഷ് ഫർളുകളുണ്ട്. വുളുഇന് ഡാഷ് ഫർളുകൾ. എത്ര ഫർളുകളുണ്ട്? 6 അല്ലേ നമ്മൾ പഠിച്ചത്? 6. അപ്പോൾ വുളുഇന് ഡാഷ്, ഇവിടെ 6 എന്ന് എഴുതിയാൽ മതി. 6 ഫർളുകളുണ്ട്. അപ്പം നിങ്ങൾ എഴുതേണ്ടത് ഈ ഭാഗം മാത്രമാണ്, 6. എത്ര ഫർളുകളുണ്ട്? 6 ഫർളുകളുണ്ട് കേട്ടോ വുളുഇന്. വെരി സിമ്പിൾ, നമ്മൾ പഠിച്ചതാണ്. ഇനി അഞ്ചാമത്തത്, ഫർള് ഡാഷ് വുളു ശരിയാവില്ല. ഫർള് ഡാഷ് വുളു ശരിയാവില്ല. മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമാവാൻ വേണ്ടിയാണ് മലയാളത്തിലും ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലതും എഴുതേണ്ട അറബി മലയാളത്തിലാണ്, മലയാളത്തിലല്ല കേട്ടോ. ഇനി നിങ്ങളെന്ത്, ഫർള് ഡാഷ് വുളു ശരിയാവില്ല. ഫർള് ഡാഷ് വുളു ശരിയാവില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നോക്കാം. ഫർള് ഉപേക്ഷിച്ചല്ലേ, ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ, ഇവയിൽ എന്ന് പറഞ്ഞാൽ ഫർളിൽ, ഈ പറയപ്പെട്ട 6 ഫർളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ, അപ്പോൾ പോയത്, ഇവിടെ വിട്ടുപോയത് ഏതാ? നഷ്ടപ്പെട്ടാൽ എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് എഴുതാം. വെരി സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ. ഇനി നമുക്ക് പഠിക്കാം ശരിയും തെറ്റും. സ്വഹീഹുൻ അംല. സ്വഹീ ആണെങ്കിൽ സ്വഹീഹ് എന്ന് എഴുതുക, അല്ലെങ്കിൽ ലാ എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം. വുളു ചെയ്യുമ്പോൾ ചുണ്ടുകൾ നനച്ചിൽ. ചുണ്ടുകൾ നനഞ്ഞില്ല. എന്ത് ചെയ്തില്ല? ചുണ്ട് നനഞ്ഞിട്ടില്ല. അപ്പം എന്തിട്ട് സംഭവിക്കും? വുളു ചെയ്യുമ്പോൾ ചുണ്ട് നനഞ്ഞ, അപ്പോൾ ചുണ്ട് എന്നുള്ള മുഖത്തിൽ പെട്ടതാണോ? അല്ലേ? നിങ്ങൾ പറയും, മുഖത്തിൽ പെട്ടതാണല്ലേ. മുഖത്തിൻ്റെ ഭാഗമാണ് ചുണ്ട്. അപ്പോൾ ചുണ്ട് എന്ത് ചെയ്യണം? നനയണം. മുഖം മുഴുവൻ കഴുകുക എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ചുണ്ട് നനയണം. അപ്പോൾ ചുണ്ട് ഇവിടെ എന്തില്ല? നനഞ്ഞില്ല. അപ്പോൾ വുളു ശരിയാവില്ലേ? ഇല്ല, വുളു ശരിയാവില്ല. അപ്പം എന്താ ചെയ്താ? ഇല്ല എന്ന് എഴുതാ, ലാ എന്ന് എഴുതിയാൽ മതി. ഇവിടെ ലാ എന്ന് എഴുതിയാൽ മതി കേട്ടോ, ഈ വരുന്ന ലാ. അപ്പോൾ നിങ്ങളുടെ ആൻസർ ശരി. ഇനി കാലുകൾ നനയാതെ വുളു ചെയ്തു. എങ്ങനെ? കാല് നനയാതെ. നമ്മൾ വുളുവിൻ്റെ ഫർള് പഠിച്ച് അഞ്ചാമത്തെ പഠിച്ചിട്ടുണ്ടല്ലേ. അഞ്ചാമത്തെ എന്താണ്? കാല് നനയണം എന്നല്ല പറഞ്ഞ്. രണ്ട് കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകണം എന്ന് പറഞ്ഞ്, അപ്പോൾ നനയണം എന്നാ പറഞ്ഞ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലായത്, അത് നനയാതെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ വുളു ശരിയാവില്ല. ലാ എന്ന് എഴുതണം. ശരിയാവില്ല. എന്ത് ശരിയാവില്ല? വുളു ശരിയാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ അറബി മലയാളത്തിൽ വുളു ശരിയാവില്ല എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ലാ എന്ന് എഴുതിയാലും മതി. രണ്ടും ഒരേ പോലെ തന്നെയാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ, കഴുത്ത് നനയാതെ മുഖം കഴുകി. കഴുത്ത് നനയാതെ മുഖം കഴുകി. അപ്പം നമ്മൾ മുഖം കഴുകൽ വുളുവിൻ്റെ ഫർളാണെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. എത്രാമത്തെ ഫർളാണത്? മുഖം മുഴുവൻ കഴുകുക എന്നുള്ളത് രണ്ടാമത്തെ ഫർളാണ്. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റിയുടെ ഈ ഭാഗത്ത് ഇതുവരെ ഉള്ളൂ. കഴുത്ത് അതിൽ പെട്ടതല്ല. കഴുത്ത് അതിൽ പെട്ടതല്ല. അപ്പം നനഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യില്ല? പ്രശ്നമൊന്നുമില്ല. വുളു സഹിയാവും എന്നാണ് ഇത് കേട്ടോ. വുളു സഹിയാവും, നമ്മുടെ വുളു സഹിയാവും. കാരണം അതിൻ്റെ ഭാഗത്തിൽ, മുഖത്തിൻ്റെ ഭാഗത്തിൽ പെട്ടതല്ല കഴുത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് സഹിയാവുന്നതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ സ്വഹീഹുന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ശരിയാവുന്ന എഴുതിയാൽ മതി. ഓക്കെ, അറബിയിൽ എഴുതുക, അറബി മലയാളത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ കേട്ടോ. ഈ നാലാമത്തെ, ആദ്യം കാല് കഴുകി ശേഷം മറ്റുള്ള അവയവങ്ങൾ ശുദ്ധീകരിച്ചു. ആദ്യം എന്ത് ചെയ്തു? ഒരാൾ എന്ത് ചെയ്തു? കാലണ്ട് കഴുകി, പിന്നെന്ത് ചെയ്തു? പിന്നെ മുഖം കഴുകി. അങ്ങനെ ആയാൽ തർത്തീബ് നഷ്ടപ്പെടുന്നു പറഞ്ഞില്ലേ. തർത്തീബ് എന്ന് പറഞ്ഞാൽ 1, 2, 3 ഈ ഓർഡറിൽ വരിക. ഇത് ഉൾട്ട ഓർഡറായി മാറി, നേരെ എതിരെ ഓർഡർ. ആദ്യം നമ്മൾ ലാസ്റ്റ് പറഞ്ഞാൽ എന്താ? കാല് കഴുകാനല്ല പറഞ്ഞ്.
അത് ആദ്യം തന്നെ കഴിയാൽ നമ്മുടെ ഒതു ശരിയാവില്ല. അതെവിടുന്ന് കിട്ടി? അഞ്ചാമത്തെ തർത്തീബാണെന്ന് പറഞ്ഞില്ലേ? അഞ്ചാമത്തെ ആ തർത്തീബിൻ്റെ അടിസ്ഥാനത്തിൽ വരിക, അവിടെ നിന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത് കേട്ടോ. ഇനി അടുത്തത് അഞ്ചാമത്തെ, കയ്യിൽ ചക്കപ്പശ ഉള്ളതിനാൽ ആ ഭാഗം നനഞ്ഞില്ല. എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഈ ഭാഗത്ത് എന്തുണ്ട്? ഒരു ചക്കൻ്റെ പശ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചേരില്ലല്ലോ. നമ്മൾ പറഞ്ഞല്ലേ, എന്താണ് ചെയ്യേണ്ടത്? കയ്യിന്മേൽ എന്ത് ചെയ്യണം? മുഴുവൻ കൈകണം. മുഴുവൻ കൈ എന്ത് ചെയ്യണം? മുട്ടുൾപ്പെടെ കൈകൾ. അപ്പോൾ കൈകുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ കയ്യിൻ്റെ ഈ പോർഷനിൽ എന്തുണ്ട്? ചക്കൻ്റെ പശുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഈ കയ്യിലേക്ക് ആ ഭാഗത്തേക്ക് കയറുമോ? ഇല്ല. കയറോ? ഇല്ല. അതുകൊണ്ട് ഒതു ചെയ്യാവോ? ഇല്ല. ഒതു ചെയ്യാവൂല, ചെയ്യാവില്ല. അപ്പോൾ ഇല്ല എന്നാണ് എഴുതേണ്ടത്, ലാ എന്നാണ് എഴുതേണ്ടത്. ഒതു ചെയ്യാവില്ല എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്നിന് ക്രമീകരിക്കാനാണ് പറയുന്നത്. ഇതിനെന്ത് ചെയ്യണം? ക്രമീകരിക്കണം. അതായത് നമ്മൾ പഠിച്ചിട്ടില്ലേ, ആദ്യം എന്താണ്? നിയ്യത്ത്, പിന്നെന്താണ്? മുഖം കഴുകുക, പിന്നെ എന്ത് ചെയ്യുക? കൈ കഴുകുക, പിന്നെ തല തടവുക, പിന്നെ ഞെരിയാണി അല്ലേ, കാല് കഴുകുക. ഇത് ആ ഓർഡറിലാക്കിയാൽ മതി. അപ്പോൾ ആദ്യം ഇവിടെ എന്താ വരേണ്ടത്? ആദ്യം ഇവിടെ ഒന്ന് നിയ്യത്ത്. രണ്ടാമത്തത് എന്താണ് വരേണ്ടത്? രണ്ടാമത്തത് നമുക്ക് മുഖം കഴുകലല്ലേ, ഇത് രണ്ടാമത്തത് മുഖം കഴുകുക. പിന്നെ മൂന്നാമത്തെ ഇത് വരിക, രണ്ട് കൈയും മുട്ടുൾപ്പെടെ. അപ്പോൾ മൂന്നാമത്തത് ഇവിടെ എഴുതുക. പിന്നെ പിന്നെന്താണ് നമുക്ക് ചെയ്യേണ്ടത്? തലയിൽ നിന്ന് നാലാമത്തത്, രണ്ട് കാലും ഞെരിയാനും ഉൾപ്പെടെ കഴുകുക, അഞ്ചാമത്തെ. അപ്പോൾ 1 2 3 4 5 ഇങ്ങനെ നമുക്ക് ഇവിടെ എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ വിശദീകരിക്കാം. നുബയ്യൻ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കാം. തർത്തീബ് എന്നാൽ എന്ത്? നമ്മൾ ബുക്കിൽ പഠിച്ചിട്ടുണ്ട്. തർത്തീബ് എന്നാൽ എന്ത്? ക്രമത്തിൽ എഴുതുന്നതിനാണ് തർത്തീബ്. എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? ഞാൻ ഒന്ന് കാണിച്ചു തരാം. എവിടെയാണ് തർത്തീബ് പഠിച്ചിട്ട്? തർത്തീബ് ഫർളുകൾ മേൽ പറഞ്ഞ ക്രമത്തിൽ ചെയ്യലാണ് തർത്തീബ്. ഇവിടെയാണ് തർത്തീബിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ തർത്തീബ് എന്താ? നേരത്തെ പറഞ്ഞ ഫർളുകൾ ക്രമത്തിൽ ചെയ്യുക. 1 2 3 4 5 ഈ ക്രമത്തിൽ ചെയ്യുന്നതിനാണ് തർത്തീബ് എന്നാണ്. അതിൻ്റെ ആൻസർ കിട്ടി, നമ്മൾ വിശദീകരിച്ചു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യം എവിടെയാണ്? വുളുഇൻ്റെ നിയ്യത്ത്. വുളുഇൻ്റെ നിയ്യത്ത് എന്താണ്? നമുക്ക് നോക്കാം. എവിടെയാണ് ആ വുളുഇൻ്റെ നിയ്യത്ത് ചർച്ച ചെയ്യുന്നത്? വുളുഇൻ്റെ മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ നിസ്കാരത്തെ എന്താണ് നിയ്യത്ത്? ഇവിടുന്ന് തുടങ്ങുക. നിസ്കാരത്തെ ഹലാലാക്കുവാൻ വുളു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു. ഇത്രയാണ് വുളുഇൻ്റെ നിയ്യത്ത്. വുളുഇൻ്റെ നിയ്യത്ത് മനസ്സിലായല്ലോ? കൃത്യമായിട്ട് അവിടെ എഴുതുക കേട്ടോ. നിസ്കാരത്തെ ഹലാലാക്കുവാൻ വുളു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു, കൃത്യമായിട്ട് എഴുതുക. ഇനി അടുത്തത് നമുക്ക് വിശദീകരിക്കാം. അടുത്ത് നോക്കാം. വുളുഇന് നിയ്യത്ത് ചെയ്യേണ്ട സമയം. വുളുഇന് എപ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാനൊന്ന് വിശദീകരിച്ചു തരാം, ഒന്ന് കാണിച്ചു തരാം. എവിടെ പഠിച്ചിട്ടുള്ള? വുളുഇന് നിയ്യത്ത് ചെയ്യേണ്ട സമയം മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ. ഇത്രയാണ് ആൻസറിൽ. മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ. എപ്പോഴാണ് വുളുഇൻ്റെ നിയ്യത്ത് ചെയ്യുക? മുഖം എപ്പോഴാണ് കഴുകുന്നത്? അതിൻ്റെ തുടക്കത്തിൽ നിയ്യത്തിൻ്റെ സമയം. അപ്പോൾ നമുക്ക് ആ ആൻസറും കിട്ടി കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകും, നോക്കാം. ഇനി ക്വസ്റ്റ്യൻ ഉണ്ട്. തഖ്സീസ് വുളുഇൻ്റെ രൂപം ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇതെങ്ങനെ ഇതാ വുളുഇൻ്റെ രൂപം ക്ലാസ്സിൽ അവതരിപ്പിക്കുക? വുളുഇന് അപ്പം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ മതി. വുളുഇന് 6 ഫർളുകളുണ്ട്. എത്ര ഫർളുകളുണ്ട്? ഇതാണ്ട് എഴുതി വെച്ചാൽ മതി. വുളുഇന് 6 ഫർളുകളുണ്ട്. 1 2 ഇത് എഴുതാ, 2 3 4 5 ഇതൊക്കെ എഴുതാം. എന്നിട്ട് തർത്തീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണ് നിയ്യത്ത് ചെയ്യുക? മുഖം കഴുകാൻ തുടങ്ങുമ്പോഴാണ് നിസ്കാരത്തെ ഹലാലാക്കും വുളു എന്ന ഫർദിനെ ഞാൻ വിട്ടുന്നു എന്ന് കരുതുക എന്നതിനാണ് നിയ്യത്ത് എന്ന് പറയാം. പിന്നെ മേൽ പറഞ്ഞതിന് ഈ ഫർളുകൾ മേൽ പറഞ്ഞ ക്രമത്തിൽ ചെയ്യലാണ് തർത്തീബ്. ഇത്ര എഴുതിയാൽ ആ ആൻസറും നമുക്ക് കിട്ടി. അൽഹംദുലില്ലാഹ്. നമ്മൾ ആൻസറൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്ന നിങ്ങൾ കൃത്യമായി നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതുകയും അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ബുക്കിൽ എഴുതുക. എന്നിട്ട് ഉസ്താദിന് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.